ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കഫ്താൻ അബായൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പേപ്പറിൽ കാണിക്കുന്നുണ്ട്, അതിനുശേഷം ക്ലോത്തിലും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ അബായ കഫ്താൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം നമ്മൾ പേപ്പറിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്, അതിനുശേഷം ക്ലോത്തിലും അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിന് നമ്മൾ ചുരിദാറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആം ഹോള് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു സംഭവം തന്നെ കട്ട് ചെയ്യുന്നില്ല. സ്ലീവ് ഡയറക്റ്റ് ആ ക്ലോത്തിൽ തന്നെ ഇൻക്ലൂഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ഫ്രണ്ടിലെ ലെങ്ത്തും ബാക്കിലെ ലെങ്ത്തും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറും കൊടുത്തു. ആ ഷോൾഡർ കൊടുത്ത അവിടുന്ന് നമ്മൾ ആ ഒരു ഷോൾഡർ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് സ്ലീവ് വരിക. ആ സ്ലീവ് നേരെ ഡയറക്റ്റ് അങ്ങനെ ആ ക്ലോത്തിൽ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചെറിയൊരു സ്ലോപ്പ് 1/2 ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ വീതി വേണ്ടത്, നമ്മുടെ സ്ലീവിന് എത്രയാണോ വീതി വേണ്ടത് എന്നുള്ള ലെവലിൽ നമ്മൾ ആ ഒരു വീതി മാർക്ക് ചെയ്യുക. സ്ലീവ് എത്രയാണോ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ ഇപ്പോൾ ഒരു 18 ഇഞ്ചൊക്കെ ലെങ്ത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വീതിക്ക് ഇങ്ങനെ വരച്ച് പോവാണ് കേട്ടോ ചെയ്യുക. ഇതേപോലെ നമ്മളൊരു ഏലൻ കുർത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങനെ എൻഡിലേക്ക് ഇങ്ങനെ വരച്ച് പോകും. പിന്നെ താഴത്ത് ചെറിയൊരു സൈഡ് ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ് മെത്തേഡാണ് കേട്ടോ. ചെറിയൊരു സ്ലോപ്പിന് അവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവും നമ്മുടെ ഷോൾഡർ ഒന്നായിട്ട് കട്ട് ചെയ്ത് വരും. എന്നിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാറ്റേണിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോത്തിൽ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളൊരു പഴയൊരു ക്ലോത്താണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ആ ക്ലോത്തിൽ ആദ്യം തന്നെ നമ്മൾ 7 ഇഞ്ച് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ച് ഷോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തു. അതേപോലെ തന്നെ ബാക്കിലെ നെക്ക് 3 കൊടുക്കുന്നത്, ഫ്രണ്ടിലെ നെക്ക് 5 കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ചെയ്യട്ടോ. വി നെക്കോ സ്ക്വയറോ ഏത് വേണമെങ്കിലും ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഇറക്കം നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കൂട്ടുക. 7 വരെ പോവുക, എത്രയാണോ നിങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ചിട്ട് ഫ്രണ്ടിലെ ലെങ്ത്തും കൂട്ടുക. ഇവിടെ ഞാനിപ്പോൾ ബാക്കിൽ 3ഉം ഫ്രണ്ടിൽ നമ്മൾ 5 കൊടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങൾ ഇതേപോലെ ഒന്ന് ബോക്സ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കർവ് കൊടുത്താൽ നമ്മുടെ റൗണ്ട് നെക്ക് ക്ലിയർ ആയിട്ടോ. അങ്ങനെ റൗണ്ട് നെക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/2 ഇഞ്ചാണ് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമുക്ക് എന്ത് കൊടുക്കുക, സ്ലോപ്പ് കൊടുക്കുക. ആ സ്ലോപ്പ് ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളത് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വീതിയാണ് എത്രയാണോ ഇതിൽ നമ്മുടെ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് വീതിയുള്ള ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ, ചിലർ ഫുൾ ലെങ്ത്തിലായിട്ട് ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ടായിട്ട് ഇടുന്നവരുണ്ട്. ഏതാണോ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ലെങ്ത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുത്തിട്ട് വേണം നമ്മൾ 4 ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ വീതിയാണ് ഇതിൻ്റെ മെയിൻ. അപ്പം വീതിയുള്ള ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് ഇത് അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു 19 ഇഞ്ച് വരെ നമ്മുടെ സ്ലീവ് വരുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഒരു 16, 12 ലെങ്ത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലാത്ത സമയത്ത് ഇതേപോലെ നമ്മൾ ആ ഉള്ള സ്ലീവിൽ നമുക്കിങ്ങനെ ചെയ്യട്ടെ. എത്ര കണ്ട് വീതിയാണോ അതിനനുസരിച്ച് നമുക്ക് സ്ലീവ് കിട്ടും. അപ്പോൾ 9.5 ഇഞ്ചാണ് ഞാൻ ഈ സ്ലീവിൻ്റെ വീതി കൊടുക്കുന്നത്. അപ്പോൾ 9.5 ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ വീതി കൊടുത്തിട്ട് ഒരു 3 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. 3 ഇഞ്ചോ 4 ഇഞ്ചോ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു രീതിക്ക്, നമ്മുടെ സ്ലീവ് കുറച്ചും കൂടി ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ രീതിക്കാണെങ്കിൽ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വരെ ഇങ്ങനെ കൊടുത്തിട്ട് അതിനനുസരിച്ച് താഴത്തേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ മെയിൻ കട്ടിങ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്യുക. പിന്നെ വീതി ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 ഇഞ്ച് ജസ്റ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വീതി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് വീതി ആകുമ്പോൾ കുറച്ച് വല്ലാതെ ഇതായിക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ഇതേപോലെ ചെറിയൊരു ഷേപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് സൈഡ് ഓപ്പൺ കൊടുക്കുക. സൈഡ് ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 15 ഇഞ്ച് 14 ഇഞ്ച് വരെ നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് സൈഡ് ഓപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ ഞാനൊരു 12 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇതൊരു വലിയ ലെങ്ത്ത് ഇല്ല. ഇപ്പോൾ ലെങ്ത്ത് വീതി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ലെങ്ത്തിൽ എടുക്കുക.
പിന്നെ വീതിയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വീതിയാകുമ്പോൾ ജസ്റ്റ് വല്ലാതെ വീതി വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. എല്ലാം കുറച്ചും കൂടി നല്ല ലൂസിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്ലോപ്പ് വരച്ചില്ലേ, അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് അതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ നമ്മുടെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് അവിടെ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്, നമുക്കവിടെ സൈഡ് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് പിന്നെ ആ ചെണ്ട് വരുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് പോക്കാണ് കേട്ടോ, അതൊന്നും വേണ്ട. പിന്നെ അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാൻ രണ്ടും നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ്, റൗണ്ട് നെക്ക് അതിനെ കൊണ്ട് രണ്ടും ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ചെയ്തു കേട്ടോ. നെക്ക് ചെയ്തതിന് ശേഷം രണ്ടും തമ്മിൽ നമ്മൾ നല്ല വശം ചേർത്തിട്ട് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. ആ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗമല്ലേ, അത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അവിടെ നമുക്ക് മടക്കി അടിക്കാനുണ്ടെങ്കിൽ അങ്ങനെ മടക്കി അടിക്കുക. ഇത് ഞാൻ മടക്കി അടിക്കുന്നില്ല, അത്ര മടക്കി അടിക്കേണ്ടാത്തൊരു ക്ലോത്ത് അതിനെക്കൊണ്ട് ഞാൻ അടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ നിന്ന് സൈഡ് ഓപ്പൺ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് 1 ഇഞ്ചിൽ അവിടെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡ് ഓപ്പൺ അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. താഴത്ത് മടക്കി അടിക്കാനുണ്ടെങ്കിൽ അതും അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി കഫ്താൻ അബായ ഡ്രസ്സാണ്. അത് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ചും വീതിക്കനുസരിച്ചും ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.